അഖിൽ മാരാർ, ഹാഷ്മി താജ് ഇബ്രാഹിം. ജനകീയ സഭയിലുള്ള കച്ചറൊക്കെ എല്ലാവരും കണ്ടാണ്. രണ്ടാളും ഒരു ഒറ്റ കാര്യം പറയാനുള്ളൂ. അഖിൽമാർ അവരോട് ഒറ്റ കാര്യം, പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ ആദ്യം പഠിക്കുക. അല്ലെങ്കിൽ കാരണം സോഷ്യൽ മീഡിയയിൽ കൂടെ പറയുന്നതിനെ കൊണ്ട് നാട്ടുകാർ മൊത്തം കാണും. പിന്നെ വേറൊരു ദിവസം വന്നിട്ട് ഞാൻ അങ്ങനെയല്ല പറഞ്ഞ അവിടെ കോമട്ടിക്ക് മറ്റൊട്ടിക്ക് മറച്ചിട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ കോമേൻ്റെ കാര്യമൊക്കെ അതിൻ്റെ തന്നെ പൊളിഞ്ഞു വീണ് അങ്ങനെയുള്ള പല കാര്യങ്ങളും പൊളിഞ്ഞു വീണിട്ടുണ്ട്. ആരോട് ഉന്നയിക്കുമ്പോൾ നിലനിൽപ്പിന് വേണ്ടി എന്തിനാണെന്ന് ഉപയോഗിക്കുമ്പോൾ അത് സ്വന്തം നിലനിൽപ്പിന്റെ സ്വന്തം ബേസ് എന്നത് അർത്ഥമുണ്ടാകരുത് എന്ന് മനസ്സിലാക്കുക. ഹാഷ്മിയോട് പറയാനുള്ള ജനകീയ സഭയിൽ വിരിച്ചു വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പറയാനുള്ള ആ സാവകാശം കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി പരിപാടി ഒന്ന് നന്നായനെ. ഹാഷ്മി ഇങ്ങനെ കല പറഞ്ഞത് മറ്റേ പെണ്ണുങ്ങൾ കച്ചവടം പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയല്ലേ, ആൾക്കാർ പറയാൻ സമ്മതിക്കാണ്ട് രണ്ടാളും പറയുന്നുണ്ട്. രണ്ടാൾ പറയുന്ന ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ കേൾക്കുന്നുണ്ടല്ലോ. അതുപോലെയാണ് ഹാഷ്മി. ഇപ്പം രണ്ടാളോടും പറയാനുള്ളത് കുറച്ചുകൂടി ഒരു മാന്യത അല്ലെങ്കിൽ ബുദ്ധിപരമായി കാര്യങ്ങളെ സമീപിച്ചാൽ നന്നായിരിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹാഷ്മി വിചാരിക്കേണ്ട ഹാഷ്മി ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള മാധ്യമപ്രവർത്തനമാണെന്നുള്ള അഖിൽ കോട്ടാത്തലും വിചാരിക്കേണ്ട ഭയങ്കര ബുദ്ധിയുള്ളവരാണെന്നുള്ള നാട്ടുകാർ മൊത്തത് കാണുന്നുണ്ട്. ലേശം കാര്യങ്ങൾ മനസ്സിലാക്കാനും പിന്നെ നിങ്ങളൊക്കെ ഐഡിയകളും ചേഷ്ടകളൊക്കെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതൊക്കെ വായിക്കാൻ അറിയുന്ന ആൾക്കാർക്ക് കാര്യം കൃത്യമായി മനസ്സിലാവും. ആരാണ്, എങ്ങനെയാണ്, എന്താണെന്നുള്ളതൊക്കെ. അപ്പം അതേ ഉള്ളൂ. ബൈ.